ഏത്? സൂര്യൻ ഏത് ദിശയിലാണ് ഉദിക്കുന്നത്? ആകാശത്ത്. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. I am Bharat Chandra. Just remember that. ഇവന് ഭയങ്കര ഇച്ചിരി കുസൃതി ഉണ്ട് കേട്ടോ. ഓരോരോ തമാശയും ഇവ അങ്ങ് ചിരിയ. പക്ഷെ ഞാൻ ഒന്ന് പറയുമ്പോൾ ഇവളെ ചിരിക്കത്തില്ല. എന്നെങ്കിലും കോമഡി ആയിട്ടുള്ള വർത്താനം പറയും. അപ്പൊ ഇവളെന്ന് പറഞ്ഞിങ്ങനെ ചിരിക്കും. എന്താ വർത്താനം അറിയാൻ സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിബിലിറ്റി. ഇനി നിങ്ങളുടെ കുട്ടികളുടെ പഠനത്തെക്കുറിച്ച് വേവലാതി വേണ്ടേ വേണ്ട. എല്ലാ സിലബസുകളിലും ഇനി മുതൽ ഓൺലൈൻ ട്യൂഷൻ നൽകാൻ ഗാർഡിയൻ ട്യൂട്ടർ. പഠിക്കുന്ന കാര്യത്തിൽ ഇനി മുതൽ നിങ്ങളുടെ കുട്ടി കൂടുതൽ കോൺഫിഡന്റ് ആയിരിക്കും. ഗാർഡിയൻ ട്യൂട്ടർ ഓൺലൈൻ. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ടു ബാറ്റിൽ ഓഫ് ബ്രെയിൻ സീസൺ 2. അങ്ങനെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ബാറ്റിൽ ഓഫ് ബ്രെയിൻ സീസൺ 2ന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അപ്പൊ ഇന്ന് ബാറ്റിൽ ഓഫ് ബ്രെയിൻസിൽ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ആശാനും കുറേ പിള്ളേരും. നോക്കൂ, കുറേ പിള്ളേരും. എത്ര ആശാന്മാരുണ്ട്? 1 2 3 4 ആശാന്മാരെയാണ് ഞാൻ ഇവിടെ കൊണ്ടെത്തിയിരിക്കുന്നത്. ഓക്കെ, യെസ്, 4 ആശാന്മാരല്ല, പ്ലസ് 5. അപ്പൊ സിബിൻ ചേട്ടാ, വെൽക്കം ടു ബാറ്റിൽ ഓഫ് ബ്രെയിൻ സീസൺ 2. അപ്പോ നമുക്ക് എല്ലാവരുടെയും മുഖം കാണുമ്പോ തന്നെ അറിയാം ഈ പിള്ളേരൊക്കെ ആരാണ്. നമ്മുടെ ഡ്രാമ ജൂനിയർ സീസൺ 2-ത്തെ അല്ലേ? അതെ, നിങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, 18 പിള്ളേരെ ഞാൻ എങ്ങനെ മേയ്ക്കും എന്നുള്ളത്. അതെ, അത് ഞാൻ കണ്ടോട്ടെ. ഇവിടെ ഒരാൾ ഒച്ചെടുത്തപ്പോഴുണ്ടോ നമ്മൾ പ്രിൻസിപ്പളൊക്കെ ക്ലാസ് റൂമിൽ കയറി വരുമ്പോ ഇങ്ങോട്ടേക്ക് വന്നപ്പോ എല്ലാരും സൈലന്റ് ആയി. സിബിൻ ചേട്ടാ, ഇപ്പം ഡ്രാമ ജൂനിയേഴ്സ് എന്ന് പറയുന്ന സീസൺ 2 ഭയങ്കര എന്താ പറയാ, സോഷ്യൽ മീഡിയ തുറന്നു നോക്കി ഇവരുടെ ഒരു ബൈറ്റ് അല്ലെങ്കിൽ ഒരു റീൽ കട്ട് പോലും കാണാത്ത ഒരു ദിവസങ്ങളിലില്ല. എല്ലാവരുടെ ഫേസ് അതുകൊണ്ട് ഭയങ്കര രജിസ്റ്റർ ആണ്. ഇപ്പൊ ഗ്രാൻഡ് ഫിനാലെ അടുക്കാൻ പോവാണ്, അടുത്ത മാസമാണ്. ഇപ്പൊ എന്ത് തോന്നുന്നു? അതെ, നമ്മള് കേരളത്തിലെ 14 ജില്ലകളിലും ഓടി നടന്ന് ഓഡിഷൻ നടത്തുന്ന, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉള്ള ഒരു ഷോ ഇല്ല. അങ്ങനെ എല്ലാ ജില്ലകളിലും പോയി കറക്റ്റ് ഞങ്ങള് ഇവരൊക്കെ തന്നെയാണ് ഓഡിഷന് പോയത് കേട്ടോ. ഈ ആശാമാര് തന്നെയാണ് പോയി പേഴ്സണലായിട്ട് പോയിരുന്ന് കണ്ട് ഈ പിള്ളേരുടെ ഓരോരുത്തരുടെയും ഇൻഡിപെൻഡന്റ് പെർഫോമൻസ് കണ്ട് അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 18 പേരാണ് ഈ ഇരിക്കുന്ന 18 താരങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇവിടെ സരസു സരസിന്റെ പല്ലിക്ക് എവിടെ പോയി? സരസു എവിടെ പോയി അതറിയാം. എങ്ങനെയൊക്കെയോ പോയി. സരസുവിന് ഇപ്പൊ ഫാൻസ് ഒക്കെ ഭയങ്കരാന്ന് ഞാൻ കേട്ടു. സത്യാണോ? വീട്ടിലൊക്കെ വരാറുണ്ടോ ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫ് ഒക്കെ ചോദിച്ചോണ്ട്? വീട്ടിൽ വരാനില്ല, പുറത്തോട്ട് ഇറങ്ങുമ്പോ ആൾക്കാര് അങ്ങനൊക്കെ പറയും. അങ്ങനെ പറയും. അപ്പൊ സെൽഫി ഒക്കെ എടുക്കാൻ ഞാനിപ്പോ എനിക്ക് മാല മേടിക്കാൻ സ്വർണ്ണക്കടയിൽ പോയപ്പോ ഒരു ആന്റി മറ്റേ മുയിലും കുഞ്ഞിനകത്ത് അഭിനയിച്ചല്ലേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ആണെന്ന് പറഞ്ഞു. ഓക്കെ. ഇവനായിട്ട് എന്താ എപ്പോഴും അടി കൂടിക്കൊണ്ടിരിക്കണേ? ഞാൻ കുറച്ചു മുന്നേ ഇവന് ഭയങ്കര ഇച്ചിരി കുസൃതി ഉണ്ട് കേട്ടോ. മൈക്കൊന്നും കൊടുത്തേ, എന്നെ വശവും കൂടെ കേക്കണം. ഞാൻ ഇവന്റെ ഉടുപ്പിലൊന്ന് പിടിച്ച് അത്രേ ഉള്ളു. എന്നിട്ട് ഒന്ന് തൊട്ട് അതിനായിത്രയും എന്റെ തുണി തൊടല്ലേടാ ഞാൻ പറഞ്ഞത്. അതെ, പുതിയ ഡ്രസ് ആയതുകൊണ്ട് തൊടല്ലേന്ന്. കൊച്ചിന് ഒന്ന് ജസ്റ്റ് തൊട്ടേ ഉള്ളൂ, ഇങ്ങനെ തൊട്ടേ ഉള്ളോ? ഞാൻ തൊട്ടേ ഉള്ളൂ. നീ പറഞ്ഞാ മതി, ആക്ഷൻ വേണ്ട.
ചേച്ചി എന്നിട്ട് ഇതാ ഇങ്ങനെ പാത്തിരുന്നിട്ട് എന്റെ ഉടുപ്പെന്ന് ഇങ്ങനെ വലിച്ചു. അത് ഇഷ്ടപ്പെട്ടില്ല. വലിച്ചില്ല. മൈക്കിൽ കൂടെ പറഞ്ഞോ. ഇവൾ തൊടാൻ സമ്മതിക്കാത്തോണ്ട് ഞാൻ ഇവൾ തൊടാൻ സമ്മതിക്കാത്തോണ്ട് ഞാൻ ഇങ്ങനെ അടിയിൽ കൂടെ ഇട്ട് ഇങ്ങനെ ഇവളെ തൊട്ട്. ഇവളെ തൊടാൻ സമ്മതിക്കാത്തോണ്ട് ഞാൻ അടിയിൽ കൂടെ ഇവളെ ഇങ്ങനെ പിടിച്ചോ. ഞാൻ തൊട്ട് ഇച്ചിരി ഓവറാക്കി ചളവാക്കുന്നു. ഓക്കെ. സരസ് പറ, ഓവറാക്കാതെ പറ. അത് നല്ല ഇവൻ എപ്പോ നോക്കിയാലും എന്തെങ്കിലും ഞാൻ ആരോട് എന്തെങ്കിലും കഥ പറഞ്ഞ എന്റെ എന്തുവാ ഇങ്ങനെ എന്റെ പുറയാണ് നടക്കണ. ഞാൻ പറയടാ എന്തുവാടാ ഞാനൊന്ന് ആരോട് ഇരുന്നോട്ടെ. ഞാൻ എന്റെ റൂമിലോട്ട് പോയപ്പോ എന്നെ പിടിക്കാൻ പറഞ്ഞു. ഞാനിപ്പോ അങ്ങോട്ട് വീണേ ഉള്ളൂ. റൂമിൽ പോവാൻ പോകുന്നു. നടക്കുന്നത് സരസുന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഇവിടെ? ഞാനിപ്പോഴേ കാർത്തിക് ഓരോരോ തമാശ ഇവൾ അങ്ങ് ചിരിയ. പക്ഷെ ഞാൻ ഒന്ന് പറയുമ്പോ ഇവള് കാര്യം മനസ്സിലായ? കുഴപ്പമില്ല. എന്നെങ്കിലും കോമഡി ആയിട്ടുള്ള വർത്താനം പറയും. അപ്പൊ ഇവളെന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിക്കും. ഞാൻ അങ്ങനല്ല പറഞ്ഞത്. നമ്മൾ രണ്ടുപേരും ഒരു തിരി കണ്ടിട്ടുണ്ട്. അതുകൊണ്ടല്ലേടാ നമ്മൾ മിണ്ടുന്നത്. ഇതുവരെ അതുകൊണ്ടല്ലേ. വിഷുങ്കിനോട് ചോദിക്കുക. സൈലൻസ്. ഓക്കെ. അതെ, അവിടെ പിടിച്ചോ, അവിടെ വെച്ചോ. ഓക്കെ. ബോധിയല്ലേ? ഞാൻ ആദ്യം മോദി എന്നാണ് ഞാൻ വിളിച്ചത്. എനിക്കൊരു കാര്യം പറയണേ. ബോധിച്ചേട്ടനല്ലേ പെണ്ണുങ്ങളുടെ കൂട്ടൊക്കെ ആക്ടിങ് ചെയ്യും. പിന്നെ കളിക്കും. ഓക്കെ, അങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യും. നിങ്ങളുടെ കൂട്ടല്ലേ ഇങ്ങനെ അഭിനയിക്കും. ഞാനൊന്ന് ബോധിയോട് ചോദിച്ചോ. ബോധി എങ്ങനെയുണ്ട് ഡ്രാമ ജൂനിയേഴ്സിൽ വന്നിട്ട്? സൂപ്പർ, അടിപൊളി. ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയോ? അങ്ങനെയാണ്. ഇനി ഇവരെ ഒരു ഫിലിമിലേക്കൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഒരു ഗ്രൂമിങ്ങിന്റെ ആവശ്യമില്ല അല്ലേ? ഒരു ആക്ടിംഗ് വർക്ക്ഷോപ്പ് തന്നെ ഒരു കഴിഞ്ഞാണ് ഇവരെ വിടുന്നത്. നേരെ കൊണ്ട് നിർത്തി കൊടുത്ത് സ്ക്രിപ്റ്റ് കൈ കൊടുത്തു. ഇപ്പൊ നമ്മുടെ ഡ്രാമ ജൂനിയർ സീസൺ 1 കുട്ടികളാണ്. വേദിക ഇപ്പൊ ഒരുപാട് സിനിമയില് ഇപ്പൊ പള്ളിച്ചട്ടമ്പി ഇറങ്ങി. അതിലെ ബാലാമണി ഞങ്ങളുടെ ഒരു കുട്ടിയാണ്, മേജർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഒത്തിരി പിള്ളേർ ഇവർക്കൊക്കെ ഇതിൽ പലർക്കും. സുഷിനൊക്കെ എന്റെ അറിവ് ശരിയാണെങ്കിൽ സുഷിനൊക്കെ കോൾ വന്ന് തുടങ്ങി. പൃഥ്വി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ഞങ്ങളെ കാണാനില്ലല്ലോ, ഒരു ചെറുത് ഒരു കുട്ടിയാണ്. പൃഥ്വിക്ക് ഇപ്പൊ ഓൾറെഡി തന്നെ 2-3 സിനിമയായി. ഈ പറഞ്ഞ സാറ്റിസ് എല്ലാവർക്കും എൻക്വയറീസ് ഒക്കെ ഒത്തിരി വന്നിട്ടുണ്ട്. ഫിലിമിലേക്കൊക്കെ എൻക്വയറീസ് ഒക്കെ വന്നോ? എല്ലാവർക്കും വന്നു. സരസുന് വന്നോ? സരസു വന്നില്ല. സരസ് മറ്റേ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന വന്ന് എനിക്ക് വന്നില്ല. സത്യം പറ. സത്യം. സത്യം കേട്ടോ. ചേച്ചിയുടെ തല എന്റെ തലേത്തോട്ട് സത്യം ചെയ്യണ്ട. പിന്നെ എനിക്ക് കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ചേച്ചി നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. എന്നെ കിട്ടിയാണോ? ഞാൻ വേണമെങ്കിൽ ഇപ്പൊ നീ സിനിമയെ കേറും. എനിക്ക് ചേച്ചി ഉമ്മ കൊടുക്കാൻ ഭയങ്കര വെച്ചോ. ആ ചേറിന്റെ മണ്ടേ കയറുന്നു. ചേറിന്റെ മണ്ടേ കയറി. സരസേട്ടൻ എത്ര പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്? ഇത് വേറെ ആരുടെങ്കിലും അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. കൊച്ചന്റെ അടുത്താണോ ആദ്യമായിട്ടാണോ പറയുന്നത്? സത്യം പറ. പൊതുവെ ആദ്യമായിട്ട് അങ്ങനെ പറഞ്ഞു കേട്ടില്ല. ആണോ? അയ്യോ, അന്നൊരു നല്ലൊരു കൈയിടൊരിക്കൽ കൂടെ അടിച്ചോ. ചേച്ചി കല്യാണം കഴിച്ചിട്ടുണ്ടോ? എന്നാൽ ആ സത്യം നിങ്ങൾ പ്രേക്ഷകരെല്ലാവരും അറിയാൻ വേണ്ടി പറയാണ്. ഈ മൈൽ സ്റ്റോൺ മേക്കേഴ്സ് ചാനലിന്റെയും ഷാജി പാപ്പന്റെയും മുതലാളിയുടെ ഭാര്യയാണ് ഈ കെന്ന. ആണോ?
അയ്യോ ഇപ്പൊ കമന്റ് വെറുതെ അല്ല ഒരു കെന്നാശമായിട്ടിരിക്കുന്നത് ആരും പന്നിക്കുന്നത്. എല്ലാരും അറിഞ്ഞിട്ടുണ്ട്, നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ട്. നീ നിന്റെ കുടുംബം ചാനലാണ് ആങ്കർ. എന്തായാലും അനയുടെ നദാലിയുടെ ഫ്രണ്ട്ഷിപ്പ് ചേച്ചി പൊട്ടിച്ചല്ലോ. അന ഇപ്പൊ സാഡ് ആയിട്ട് അവിടെ ഇരിക്കുക. അനെ അറിഞ്ഞല്ലോ നദാലിയ സീക്രട്ട് അറിഞ്ഞെന്ന്. അയ്യോ ഇല്ലാട്ടോ ചേച്ചി പൊട്ടിച്ചില്ല. ഇല്ല ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സങ്കടപ്പെടാൻ ഒന്നും വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ ആണ്. വെറുതെ എന്നെ കൂടെ ടെൻഷൻ അടിപ്പിക്കല്ലേ. ഒരു കാര്യം കുറെ കാര്യങ്ങൾ പിള്ളേർക്ക് പറയാനുണ്ട്. പ്രിൻസി ചേച്ചിയും ലേനേട്ടനും എനിക്ക് കൊറേ ഇത് സ്കിറ്റ് തരലുണ്ട്. പ്രിൻസി ചേച്ചിയും ശ്രീധനൊക്കെ തരലുണ്ട്. അതിലാണ് എനിക്ക് കൂടുതൽ അഭിപ്രായം കിട്ടിയിട്ടുള്ളത്. അതിന് ഞാൻ താങ്ക് യു പറയണു. പിന്നെ ലെനിൻ ചേട്ടനാ പറഞ്ഞ ഡിവേഴ്സ്. ലെനിൻ ചേട്ടനും ഡിവേഴ്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതല്ല ഉദ്ദേശിച്ചത്. ലെനിൻ ചേട്ടൻ ആ സ്കിറ്റ് ചെയ്തപ്പോ ഇരുന്ന് കരയായിരുന്നു. ക്യാരക്ടർ കിട്ടാൻ വേണ്ടിട്ട് ഞാൻ പറഞ്ഞു കൊടുത്താണ് ഡിവോഴ്സ് ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെയാണ് മനസ്സിൽ ഫീലിങ്സ് വരിക എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഞാൻ ആണ്ടി കല്യാണം വെച്ചിട്ട് ഡിവോഴ്സ് ചെയ്തില്ല. നമുക്ക് മനസ്സിലായടാ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഡിവോഴ്സ് എനിക്ക് പെണ്ണ് കിട്ടുവോ? അടുത്തത് ചേച്ചി ഒരു സെഗ്മെന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒക്കെ ഒരു ജസ്റ്റ് ഒരു ഒരു റൗണ്ട് ആണ്. അപ്പൊ കൈ പൊക്കിയാച്ച മതി. ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നവർക്ക് നമ്മൾ ഒരു ട്രോഫി കൊണ്ടുവന്നിട്ടുണ്ട്. എന്തേലും അല്ല, കറക്റ്റ് ആൻസർ പറയണം. ഓക്കെ, അപ്പൊ ചേച്ചി ക്വസ്റ്റ്യൻ ചോദിക്കും. അറിയാവുന്നവര് കൈ പൊക്കുക. ആരും ചാടി കയറി ഉത്തരം പറയരുത്. കൈ പൊക്കുക. ചേച്ചി മയക്കും കൊണ്ട് വരും. അപ്പൊ വേണം ആൻസർ പറയാൻ. എന്നാലാണ് നോട്ട് ചെയ്തിട്ട് പ്രൈസ്. അല്ല ഇത് കൊച്ചു പിടിച്ചോ. അപ്പൊ ചേച്ചി ഒരു ക്വിസ് റൗണ്ടിലേക്ക് പോവാണ്. ഓക്കെ, ആർക്കാ ബുദ്ധി ഉണ്ടെന്ന്. അത് ബാറ്റിൽ ഓഫ് ബ്രെയിൻസ് എന്നാണ് നമ്മുടെ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, നിങ്ങൾക്ക് ഡൗട്ട് ഉള്ളത് നിങ്ങൾ നമ്മുടെ ആശാമാരോടൊക്കെ ചോദിക്കാം. അവരുടെ ബുദ്ധി നമുക്ക് പരിശോധിക്കാലോ. ഓക്കെ, ആശാൻ അറിയില്ല. എല്ലാരും ചോദിക്കരുത്, പറഞ്ഞു കൊടുക്കല്ലോ ആർക്കും. ഞങ്ങളുടെ ആശാമാർക്ക് ബുദ്ധിയില്ലാന്ന്. ചില ആശാമാർ. ആ ചിലയില് ആരൊക്കെയാ? ആ ചിലയില് പൊട്ടത്തരം പറയുന്ന ലോലേട്ടൻ. പ്രിൻസി ചേച്ചി മൈക്കിൽ അടുത്തേക്ക് പോവില്ല. പിന്നെ പ്രലാപേട്ടൻ കോമഡി പറഞ്ഞോണ്ടിരിക്കും. സിബിനേട്ടൻ മൈക്ക് വരുമ്പോൾ എനിക്ക് അറിയില്ല പറയും. ഓക്കെ, എല്ലാരും നോട്ട് ചെയ്തിട്ടുണ്ട്. ആ ചേച്ചി ക്വസ്റ്റ്യൻ പറഞ്ഞ എന്റെ കൊച്ചിന്റെ അടുത്തേക്ക് വരാം. ഓക്കെ ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചോദ്യം കേട്ടോ. ആരും ചാടി കയറി ഉത്തരം പറയരുത്. കൈ പൊക്കുക. ഓക്കെ, ഇന്ത്യയുടെ തലസ്ഥാനം ഏത്? അയ്യോ, ആദ്യം ആരാ കൈ പൊക്കിയേ? നിങ്ങൾ ആരും കൈ പൊക്കാതല്ല. ഇവിടെയാ? ഓക്കെ, ന്യൂഡൽഹി. യെസ്, കറക്റ്റ്. ന്യൂഡൽഹി ആണ്. നമ്മുടെ കൈ പൊക്കുന്നൊന്നും നിങ്ങൾ നോട്ട് ചെയ്യണേ. നമ്മുടെ ദേശീയ മൃഗം ഏത്? പർപ്പിള്, ലാവൻഡർ അല്ലേ? ഓക്കെ ഓക്കെ, ടൈഗർ. പിന്നെ അല്ല. നമ്മുടെ പിള്ളേരെ കുറിച്ച് എന്ത് വിചാരിച്ചു? സൂര്യൻ ഏത് ദിശയിലാണ് ഉദിക്കുന്നത്? ഇവനൊന്ന് കൊടുത്തു. ഇവനൊന്ന് കൊടുത്തു. പറ. ആകാശത്ത്. അടിപൊളി കൊച്ചു, കറക്റ്റ് ഉത്തരം. ഇത് നിനക്ക് ആരാ? കിഴക്ക്. യെസ്, കിഴക്ക്. കറക്റ്റ്. പക്ഷെ ആകാശാണ് കറക്റ്റ്. ഒരു പോയിന്റ് കിട്ടിയിട്ട് കൊച്ചിന്. ഞാൻ പറഞ്ഞത് സൂര്യൻ നിൽക്കുന്നത് ആകാശത്തെന്നാ. അതെ അതെ അതെ, എവിടെ നിന്ന് വരുന്നു നമ്മുടെ വിഷയല്ല. ഓക്കെ, ആഴ്ചയിൽ എത്ര ദിവസമാണോ ഉള്ളത്? 7 ദിവസം. 7 ദിവസം. യെസ്, 7 ദിവസം. കറക്റ്റ്. ഓക്കെ, കേരളത്തിന്റെ തലസ്ഥാനം ഏത്? തിരുവനന്തപുരം. യെസ്, ട്രിവാൻഡ്രം. കറക്റ്റ്. ഓക്കെ, ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏത്? ഒന്ന് നോട്ട് ചെയ്യട്ടോ. ഇവിടെ സരസ് കൈ നോക്കിയിട്ടുണ്ട്. സരസിനോട് ചോദിക്കാം. പറ. പറഞ്ഞോ, ആലോചിച്ച് പറയട്ടെ. ടെൻഷൻ അടിപ്പിക്കല്ലേ. പറയട്ടെ.
ഇപ്പൊ പറയിപ്പിക്കാം. ഞാൻ പറയാം ചേച്ചി. കൊച്ചിന്റെ പ്രഷർ ആക്കണം. ഇപ്പൊ പറ കാക്ക. കാക്ക. ഓക്കേ. കാക്ക എന്താ ദേശീയ പക്ഷി? മയിൽ. മയിൽ. കറക്റ്റ് ആയിട്ട് പറഞ്ഞു. നിനക്ക് ഇത്ര ബുദ്ധിയോ? ഓക്കെ. ഓക്കെ, അതൊന്നും കറക്റ്റ് അല്ല. ഇന്ത്യത്തിന്റെ ദേശീയ പക്ഷി മയിലെന്ന് ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അപ്പൊ ഇപ്പൊ ഓക്കെ 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 കറക്റ്റ് എല്ലാം കറക്റ്റ്. ഒരു വർഷത്തിൽ എത്ര മാസം? ഇവനല്ലേ? ഓക്കെ 12. യെസ് 12. അതിന് നീ ഇത്ര ജാട അവൻ എന്റെ മോത്തോ ഇതൊക്കെ എന്ത് ഈസി. ഓക്കെ. ഇന്ത്യയുടെ ദേശീയ പതാകയിൽ എത്ര നിറങ്ങളുണ്ട്? പറഞ്ഞു. നാല്. ഓക്കെ കൊടുത്തേക്കാം. 4 കളറാണോ ഉള്ളത്? ഓക്കെ. ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏത്? അംബുജം. താമര പറഞ്ഞു. ഇനി ഏതാ? മോളെ ഇരുന്ന് നീ അംബുജം. അതന്നെ ഞാനും പറയാൻ ഇത് കൺഫ്യൂഷൻ ആവൂല. എല്ലാവർക്കും എല്ലാം അറിയാലോ. ടഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കൂ. കേരളം ഏത് രാജ്യത്തിലാണ്? ഇന്ത്യ. പിള്ളേരെ കൊണ്ട് അടുപ്പിക്കാനായിട്ട് ഓരോ ചോദ്യം. ട്രോള് മേടിക്കൂട്ടാ. നീ കൺഫേം ആയി ട്രോൾ മേടിക്കും. പൈപ്പ് തുറഞ്ഞാൽ എന്ത് വരും എന്നൊക്കെ ചോദിക്കുന്നല്ലോ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൃഗം ഏത്? ജിറാഫ്. ഈ കുട്ടി എല്ലാം ചാടിക്കയറി പറയുന്നു. ഈ കുട്ടിക്ക് നോളജ് ഉണ്ട്. അവിടെ ഇരിക്കോ? ഓക്കെ. പറയരുത്. ആ ചേച്ചി ചോദിക്കാതെ പറയരുത്. ജിറാഫ്. ഇതിൽ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് വെച്ച് എനിക്ക് ട്രോള് വരാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് എല്ലാ ഉത്തരങ്ങളും അറിയാം. ഓക്കെ, കോമൺ ആയിട്ട്. അപ്പൊ ചേച്ചി ഒരു ഫിലിം ഡയലോഗ് പറയും. അത് ആ ഫിലിമിലെ ആ ആക്ടർ പറഞ്ഞേക്കണ പോലെ തന്നെ നിങ്ങൾ എന്നോട് പറഞ്ഞു തന്നെ. ഓക്കെ, നമ്മുടെ ആശാമാരൊക്കെ സഹായിക്കും. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് ഡയലോഗ് I am Bharatchandran, just remember that. അത് ആരെ കൊണ്ട് പറയപ്പെടും? ആരാ? ഓക്കെ, മൈക്ക്. സുഷിൻ പറയടാ. സുഷിൻ മൈക്ക് കൊടുക്ക്. എടാ എണീറ്റ് ഇന്ന് പറ. മറ്റേ നടന്നൊക്കെ വാ. ഇങ്ങോട്ട് വാ, ഫ്രണ്ടിലേക്ക്. മറ്റേ ഡയലോഗ് പറയടാ. I am Bharatchandran, just remember that. മൈക്ക്. I am Bharatchandran, just remember that. I am Bharatchandran. Just remember that. അതിന്റെ ഇടയിൽ മമ്മൂട്ടി അറിയാം. ഓക്കെ സാരടാ. ഈ കളിയിൽ നീ തോറ്റ്. കൊച്ചിന് ടെൻഷൻ ആയോ? എന്തൊക്കെയോ ആയോ? ഓക്കെ, സാരമില്ല. ഓക്കെ, അവിടെ ഇരുന്നു. വേറെ ഡയലോഗ് ഉണ്ടോ? ഇനി അടുത്ത ഡയലോഗ്. കൊച്ചി പഴയ കൊച്ചി അല്ലാന്നറിയാം, ബിലാൽ ബായ് ബിലാൽ തന്നെയാണ്. മമ്മൂട്ടി. എമ്മില് പറയടാ. എമ്മില് പറയില്ലേ? അല്ല, കൊച്ചി പഴയ കൊച്ചി അല്ലാന്നറിയാം, ബിലാൽ പഴയ ബിലാൽ തന്നെ. ബിലാൽ പഴയ ബിലാൽ അല്ലെന്നാണോ പറഞ്ഞത്? എടാ എഡിറ്റ് ചെയ്യാൻ കേട്ടാ. ലോകത്തുള്ള എല്ലാ മമ്മൂക്ക ഫാൻസിനും ഞാൻ സമർപ്പിക്കുന്ന ഞാൻ തിരിച്ചു പറഞ്ഞല്ലോ. ഓക്കെ, കൊച്ചി പഴയ കൊച്ചിലെന്നറിയാം, പക്ഷെ ബിലാല് പഴയ ബിലാലിന്റെ. കഴിഞ്ഞ ദിവസം ഒരു ബിലാൽ ഉണ്ടായിരുന്നു. കൊച്ചി പഴയ കൊച്ചിയല്ലടാ, പക്ഷെ ബിലാല് പഴയ ബിലാൽ. ഇത് നരേന്ദ്ര പ്രസാദ് ബിഗ് ബിയിൽ അഭിനയിച്ച എങ്ങനെ ഇരിക്കും? പോയടാ മാനകളായ. വേറെ ആര് പറയും? വേറെ ഡയലോഗ് സ്കിറ്റ് പറഞ്ഞല്ലേ? കൊച്ചി പഴയ കൊച്ചിയല്ല. പറ. വൈശാലി ഉണ്ടല്ലോ ഈ ഡയലോഗ്. പറ. നീ എന്റെ അമ്മൂമ്മയായിട്ട്. കൊച്ചി പഴയ കൊച്ചിയല്ലടാ, നീ പഴയ ഇതൊരു ഒരു നടക്ക് പോലെ. ഓക്കെ, അടുത്ത ഡയലോഗ് ഞാൻ പറയാം. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ?
ഇല്ല അല്ലെ? ആർക്കായിരിക്കും? ഇത് സീരിയസ് ഒരു മിനിറ്റ് ഇത് തമാശ സീരിയസ് ഡയലോഗാണ്. ആര് പറയും? കരയാണ് ഇത് പറയുമ്പോ. ഞാൻ പറയൂല, ഞാൻ കൈപ്പൊക്കും. ആരായിരിക്കും? ആര് പറയും? നീ പറയൂലേ? ആ അവിടെ ഇരുന്ന് എന്നുവെച്ചാൽ ഇത് പറയുമ്പോ കരയാണ്. സീരിയസ് ആയിട്ട്. അതായത് നിന്നെ തൂക്കിലേറ്റാൻ പോവാണ്. ഓക്കെ, അപ്പൊ നീ അയാളുടെ അടുത്ത് പറയണം എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ എന്ന്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ല അല്ലേ? ഇല്ല അല്ലേ? അത് സീരിയസ് ആയിട്ട്. മൈക്ക് സരസു മൈക്ക് ഉണ്ട് അവിടെ, നീ പോയി നരേന്ദ്രം. അവൾ അതിന്റെ ഇടയ്ക്ക് ശ്രീകണ്ഠൻ നായർ കളിക്കും. ഈ ക്യാമറ അല്ലേ മോനെ? അതിൽ നോക്കിയിട്ട് കരയണം നീ. ഓക്കെ, കം ഓൺ, ഓൾ ദ ബെസ്റ്റ്. എന്നെ കൊല്ലാതിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലേ? കണ്ടോ? കാരണം അങ്ങനെ പറയണം കേട്ടോ. ഇത് ഇത്ര സീരിയസ് ആയിട്ട് വേണിട്ട് എടുക്കാനായിട്ട്. ഓക്കെ, അടുത്തത് വഴി മാറടാ മുണ്ടക്കൽ ശേഖര. അതാരെ കൊണ്ട്? വഴി മാറട മുണ്ടക്കൽ ശേഖര. മുണ്ടക്കൽ ശേഖരൻ ശിവഗണേശൻ. ശിവഗണേശൻ തള്ളി മാറ്റിട്ട് വേണം പറയാൻ. മൈക്കി പറ. നീ അവിടെ നടക്കുന്നേ, നീ അവിടെ നടക്കുന്നു. വഴി മാറട മുണ്ടക്കൽ തള്ളി ശേഖര. മാറ്റിട്ട് ശിവ മൈക്കി പറയണം. വഴി മാറട മുണ്ടക്കൽ ശേഖര. മൈക്കി പറയണം. ഓക്കെ, സൈലൻസ്. ഓക്കെ, ക്യാരക്ടർ റെഡി, ആക്ഷൻ. വഴി മാറണ മുണ്ടക്ക ശേഖര. മുണ്ടക്കൽ ശേഖരൻ. അതെ, ഇപ്പൊ മുണ്ടക്കൽ ശേഖരനായാണ് ഒരാളെ കൊണ്ട്. മോഹൻലാലാണ്. വേറെ ആർക്കാ ഈ ഡയലോഗ് സെയിം പറയാൻ പറ്റുന്നേ? ബോധി. ആ, ഒന്ന് ഇവനെ കൊണ്ട് പറഞ്ഞു നോക്കാം. ഓക്കെ, പറ. അവിടെ സെന്റർ മോഹൻലാലായിട്ട് പറ. വഴി മാറട മുണ്ടക്കൽ ശേഖര. മോഹൻലാലാവും നീ, മോഹൻലാലാവും. ആ, ഓക്കെ. കിട്ടിയോ മൈക്കില്? ഓക്കെ, ഓക്കെ. ഇനി ആർക്കാ പറയാൻ പറ്റും? ഞാൻ അടുത്ത് ഇത് കേൾക്കാം. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. മമ്മൂട്ടിയാണ് ഡയലോഗ് ചേച്ചി പറഞ്ഞുതരും. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഓക്കെ, റെഡി, സൈലൻസ്, ആക്ഷൻ. സെൻസ് ഉണ്ടാവണം. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. സെൻസിബിലിറ്റി. ആ, ഓക്കെ. സെൻസ് ഉണ്ടാവണം. മമ്മൂട്ടി. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. ഓക്കെ. സെൻസിറ്റിവിറ്റി, സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. പറ. ആ, അതെ. ഓക്കെ, റെഡി. എല്ലാരും അതൊക്കെ എനിക്ക് കസാര വെച്ചിട്ട് നോക്കല്ലേ? ആ, ഓക്കെ. ആ, സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി, സെൻസ്. ബാക്കി ഞങ്ങൾ ഡബിങ് പിടിച്ചോ. ആ, ഒരാളെ കൊണ്ട് സെയിം ഡയലോഗ് പറയിപ്പിക്ക. ആരാ? സരസോ? ആരാ? ആശാന. ഓക്കെ, ആരാ? ആ, ഓക്കെ. ഇവിടെ തിരിച്ചു വിളിക്കട്ടെ. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. എനിക്ക് പാട്. സൈലൻസ്. ആ, കെ പറഞ്ഞു. ഓക്കെ. തവളക്കുഴി. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. സെൻസ് ഉണ്ടാവണം, സെൻസിബിലിറ്റി, സെൻസിറ്റിവിറ്റി. സെൻസ് ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം, സെൻസിബിലിറ്റി. സെൻസിബിലിറ്റി. ആ, മമ്മൂട്ടിയാണ്.
മമ്മൂട്ടി സെൻസ് ഉണ്ടാവണം. സെൻസ് ഉണ്ടാവണം. സെൻസ് ഉണ്ടാവണം, പറയാ സെൻസ് ഉണ്ടാവണം, ആ. സെൻസിബിലിറ്റി ഉണ്ടാവണം, സെൻസിറ്റിവിറ്റി ഉണ്ടാവണം. എന്നെ താഴെ വേണേ അല്പസമയം മൗനം. അതെ, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? ചെയ്യിപ്പിക്കത്തില്ല. ഓക്കെ, ഇനി ആരെ കൊണ്ടാ പറയിപ്പിക്കണ്ടേ? ഇതല്ല, ഞാൻ വേറെ ഇത് തരാം. ഇതല്ല, ഇതിനപ്പുറം ചാടി കിടന്നവനാണ് ഈ KK ജോസഫ്. അവൻ തന്നെ പറയും, അകുൽ തന്നെ പറയും. ഓക്കെ, ചാടി കടന്നവൻ KK ജോസഫ്. KK അങ്ങനെ പറയണം. ജോസഫ്. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസഫ്. മറക്കാനോ? പഴയതൊക്കെ ഞാൻ മറക്കാനോ? എന്തൊക്കെയാടാ ഞാൻ മറക്കേണ്ടത്? ഓക്കെ മറക്കണോ? മറക്കണോ? പഴയതൊക്കെ മറക്കണോ? അല്ല, മറക്കാനോ? പഴയതൊക്കെ മറക്കാനോ? എന്തൊക്കെയാടാ ഞാൻ മറക്കേണ്ടത്? ആരെ കൊണ്ട് പറയും? മറക്കണോ മറക്കണോ അത് ആരെ പറഞ്ഞ? കാർത്തിക് പറയടാ. മറക്കണോ മറക്കണോ ഞാൻ മറക്കണോ. അത് മറ്റേ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗോഡ് ഫാദറിന്റെ മറ്റേ പുള്ളിയാവണം. മറക്കണോ? മറക്കണോ മറക്കണോ? മറക്കണോ ആ അതാ ഇവിടെ പറയും. എന്തായിരുന്നു? മറക്കണോ? മറക്കണോടാ, എന്തൊക്കെയാ ഞാൻ മറക്കേണ്ടത്? മറക്കണോ മറക്കണ്ട മൈക്ക്. മറക്കണോ മറക്കണോടാ ഞാൻ എന്തൊക്കെയാണ് ഞാൻ മറക്കേണ്ടത്? മറക്കണോ മറക്കണോടാ ഞാൻ എന്തൊക്കെയാണ് ഞാൻ മറക്കണത്? അല്ല അത് അടുത്തത്, നർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്. ചെയ്യാത്തവര് ചെയ്യണം. അതെ, അമ്മയാ പറ. അമ്മയാ. നർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ്. ഓക്കേ ഓക്കേ. കത്തി താഴെ ഇടടാ. നിന്റെ അച്ഛനാടാ പറയുന്നേ, കത്തി താഴെ ഇടടാ. ആരാ? അലീസി. അലീസ. ഓക്കേ. അലീസി മൈക്ക് മേടി. കത്തി താഴെ ഇടടാ. വൺ മോർ റെഡി. കത്തി താഴെ ഇടടാ. നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇടാ. കത്തി താഴെ ഇടടാ. നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇടടാ. ഒരു അവസരം കൂടെ കൊടുക്കൂ. രണ്ടാമത് പറയുമ്പോഴേ ഇച്ചിരി കരഞ്ഞോ, ഇച്ചിരി വിഷമം. അതുപോലെ നിന്റെ അച്ഛന ഇച്ചിരി വിഷമിച്ചോ. ഓക്കെ, റെഡി. കത്തി താഴെ ഇടടാ. നിന്റെ അച്ഛനാടാ പറയുന്നത് കത്തി താഴെ ഇടടാ. ഓക്കെ. അടിപൊളി. ഇനി അടുത്തത്, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. നമ്മുടെ ചന്തു തന്നെ ഉണ്ട്. അവ പറയും. പറയടാ. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഓക്കെ, കറക്റ്റ് ആയിട്ട്. ഓക്കെ, ഇനി അടുത്തത്, ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. അതാരെ കൊണ്ട്? എന്റെ ഉദ്ദേശമാണ്, എന്റെ മാത്രം ഉദ്ദേശമാണ്. നിന്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായി. ഓക്കെ. കറക്റ്റ് അറിയാം. UDC മോഹൻലാലല്ല, ജഗതി ചേട്ടൻ. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിക്കാം. ഉദ്ദേശിച്ചാണ്. എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്. ഓക്കെ. ലാസ്റ്റ് ഒരു ഡയലോഗും കൂടി ഉണ്ട്. മേ ബി വി ആർ പുവർ കൂലീസ് ട്രോളി പുള്ളേഴ്സ് ബട്ട് വി ആർ നോട്ട് ബെഗേഴ്സ്. ഓ മൈ ഗോഡ്. സരസു ആണോ? സരസു. ഓക്കെ. സരസു ജയനാണ്, വിദ്യാഭ്യാസ പ്രവർത്തകരാണ്. അത്രേ ഉള്ളൂ. സരസു, come on, സരസു. എവിടെ നിന്നോ? സെന്ററിൽ നിന്നോ? എന്റെ പൊന്നപ്പി എന്നാലും ഒന്ന് ട്രൈ ചെയ്യാ പ്ലീസ്. പോടാ, പോയി പറയടാ. ഓക്കെ, നീ പറ. ജയൻ. ലാസ്റ്റ് ഒരു ഡയലോഗ് ഉള്ളൂ. ഓക്കെ. Maybe we are beggars. Maybe we are poor, trolley plus, but we are not beggars. ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടു. കരഞ്ഞോണ്ട് പറയണം. എന്തായാലും എക്സൈറ്റ്മെന്റ് അല്ലേ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അതല്ലേ correct. അടിപൊളി. അങ്ങനെ നമ്മുടെ സെഗ്മെന്റ് എല്ലാം കഴിഞ്ഞിരിക്കുന്നു. ക്വിസ് നടത്തിയത് എനിക്ക് ട്രോഫി ഒന്നും എല്ലാരും അല്ലേ, ആരും അങ്ങനെ പറയാനില്ല. എല്ലാവരും പാർട്ടിസിപ്പേറ്റ്. നിങ്ങൾ എല്ലാവർക്കും നല്ല ഇത്ര നല്ല ചോദ്യം ഉണ്ടാക്കിയ കെന്നയ്ക്ക് കൊടുക്കണം. ആ ട്രോഫി കൊണ്ടുപോടാ. അപ്പൊ ട്രോഫി ഇതാ.